നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു കല്യാണവർമാവിൻ്റെ സാരാവലിയിൽ 19ാമത്തെ അധ്യായത്തിൽ അന്തിമ ശ്ലോകം, അവസാനത്തെ ശ്ലോകം 15ാമത്തെ ശ്ലോകം. പ്രിയമുള്ള പ്രേക്ഷകർ, ശ്ലോകം ശ്രദ്ധിക്കുക. ഇവിടെ സപ്തഗ്രഹങ്ങൾ, 7 ഗ്രഹങ്ങൾ, 11, 12 ഭാവങ്ങളിൽ നിന്നാലുള്ള ശുഭാശുഭ ഫലങ്ങളാണ് ആചാര്യൻ ചർച്ച ചെയ്യുന്നത്. 11ാം ഭാവം എന്ന ലാഭഭാവം, താൻ ആഗ്രഹിക്കുന്നതൊക്കെ നേടുന്ന ഭാവമാണ് 11ാം ഭാവം. സർവാഭീഷ്ടാഗമ, തൻ്റെ എല്ലാം ആഗ്രഹിച്ച് നേടുന്ന ഭാവം, താൻ ആഗ്രഹിക്കുന്നതൊക്കെ നേടുന്ന ഭാവം. ജ്യേഷ്ഠഭ്രാത, തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾ. ജാത നിജാത്മജാഹ, തൻ്റെ മക്കളുടെ മക്കൾ. വാമകർണം, ഇടത്തെ ചെവി. അർത്ഥലാഭ, ധനലാഭം. ഇതൊക്കെയാണ് 11ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്, എല്ലാ ലാഭവും. അപ്രകാരം എന്താണ് 12ാം ഭാവം? പാപം വ്യയം ച പതനം നിരയം വാമം അമ്പകം സ്ഥാനഭ്രംശം ച വൈകല്യം ദ്വാദശേന വിചിന്തയം. 12ാം ഭാവം കൊണ്ടാണ് പാപം, വ്യയം ചെലവുകൾ, ദുർവ്യയങ്ങൾ, പതനം വീഴ്ച, ഡിസ്പ്ലേസ്മെൻറ്റ്, നിരയം നരകം, വാമം അമ്പകം ഇടത്തെ കണ്ണു, സ്ഥാനഭ്രംശം വൈകല്യങ്ങൾ. ഇതൊക്കെ 12ാം ഭാവം കൊണ്ട് ചിന്തിക്കണം. അതിനാൽ പ്രിയമുള്ള പ്രേക്ഷകർ, ആദ്യം ശ്ലോകം ശ്രദ്ധിക്കുക. ലാഭേ ലാഭയുതസ്യാത് അഭി നാശം പ്രാപയന്നഖില ലാഭം രിഭേ വിരുദ്ധഗതിഭാക് നരകഗത നിർധനോ മഹാപാപി. ഇവിടെ 11ാം ഭാവത്തിൽ 7 ഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഇദ്ദേഹം ധാരാളം സമ്പത്ത് ഉണ്ടാക്കും, ധാരാളം ധനം ലഭിക്കും. പക്ഷെ അതൊക്കെ തന്നെ നശിച്ചു പോകുമെന്നാണ് ആചാര്യൻ പറയുന്നത്. എത്ര കാശുണ്ടാക്കിയാലും അവസാനം സമൂലം ആ ധനമൊക്കെ നശിച്ചു പോകുന്നു. 7 ഗ്രഹങ്ങൾ 11ാം ഭാവത്തിൽ വന്നത്. അപ്രകാരം 12ാം ഭാവത്തിൽ വരികയാണെങ്കിൽ ഇദ്ദേഹം മഹാപാപിയായിത്തീരുന്നു. 12ാം ഭാവം പാപമാണ്, മഹാപാപിയായിത്തീരുന്നു, നരകത്തിലേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിരുദ്ധഗതി, ഇദ്ദേഹം എപ്പോഴും അപ്രദക്ഷിണമായിട്ട് സഞ്ചരിക്കുന്നു, പ്രദക്ഷിണമായിട്ടാണ് കാര്യങ്ങൾ നീക്കുക. എല്ലാ കാര്യത്തിലും വൈരുദ്ധ്യം ഇദ്ദേഹത്തിൻ്റെ ഗതിയിൽ നിങ്ങൾക്ക് ദർശിക്കുവാൻ കഴിയുമെന്ന് സാരം. ഒരു നല്ല യോഗമല്ല എന്ന് മനസ്സിലാക്കുക. നമസ്തേ.